അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഇതിൽ ജബ്ബാർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു മനുഷ്യപ്പുഴു, അബൂജാലിനെ പറ്റി അങ്ങനെയാണ് ഇപ്പോൾ ഒടുവിൽ ജബ്ബാർ പറഞ്ഞത്, മനുഷ്യപ്പുഴു മുഹമ്മദിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ മനുഷ്യപ്പുഴുവിൻ്റെ അതിൽ ഇങ്ങനെയൊക്കെ ഭീഷണി മുഴക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിന് എന്തിനാണ് പറ്റുക, ആ ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്നൊക്കെയാണ് ജബ്ബാർ ചോദിക്കുന്നത്. ഇവിടെ ജബ്ബാറും ആളുകളും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, യഥാർത്ഥത്തിൽ ഇവിടെ അള്ളാഹു മനുഷ്യനെ പടക്കുകയും മനുഷ്യന് സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള മാർഗങ്ങൾ അവൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ നിയോഗിക്കുകയും ചെയ്യുമ്പോൾ, ഈ പ്രവാചകന്മാരെ താനാണ് നിയോഗിച്ചത് എന്നതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരെ സംരക്ഷിക്കാൻ അവരെ നിയോഗിച്ച അള്ളാഹു അത് ഏറ്റെടുത്തിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അവർക്ക് എതിരിൽ നിൽക്കുന്ന ശത്രു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശത്രുവാണ്. ആ ശത്രുവിനെ അവൻ ഈ ശത്രുതയിൽ നിന്ന്, അസത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് അവൻ സത്യം അംഗീകരിക്കാൻ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തുകയും, ഇല്ലെങ്കിൽ അവന് വരാനിരിക്കുന്ന അനർത്ഥങ്ങളും അതിൻ്റെ പരിണതിയും എന്താണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാനുള്ളതാണ് ഏതൊരു കാലഘട്ടത്തിലും പ്രവാചകന്മാരിലൂടെ അള്ളാഹു ചെയ്തിട്ടുള്ളത്. അത് നൂഹ് നബി അലൈഹിസ്സലാം മുതൽക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഏത് പ്രവാചകന്മാരുടെ ചരിത്രം എടുത്താലും നമുക്ക് കാണാൻ കഴിയുന്ന സംഗതിയാണ്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ നിയോഗിച്ച പ്രവാചകന്മാർക്കെതിരിൽ തിരിയുന്ന ആളുകളെ അവർക്ക് താക്കീത് നൽകുക. താക്കീത് നൽകാമെന്ന ഇവിടെ ഈ കുടുംബം വിളിച്ചെടുക്കുക കാരണം ഇവിടെ ദുനിയാവിലെന്തോ ചെയ്യുമെന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ചിലപ്പോൾ ദുനിയാവിൽ ഉണ്ടാവാം, പക്ഷെ പരലോക ജീവിതം എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് ഈ ശത്രുക്കൾ, ജബ്ബാർ അടക്കമുള്ള ശത്രുക്കൾ മനസ്സിലാക്കണം തന്നെയാണ് ഖുർആൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരുന്നത്, അതാണ് ആദ്യം പറഞ്ഞത്, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ റആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജഅ, നിൻ്റെ റബ്ബിൻ്റെ അടുത്തേക്കാണ് ജബ്ബാറെ നിന്നെപ്പോലുള്ള ആളുകൾ മടങ്ങി വരുന്നതെന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. അത് അബൂജാലിനോട് മാത്രമല്ല, ജബ്ബാറിനും ബാധകം. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെയൊക്കെ ചെയ്താൽ നാളെ പരലോകത്ത് വരുമ്പോൾ ഞാൻ നിനക്ക് നല്ല ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ബോധപൂർവം മര്യാദക്ക് കളിച്ചാൽ മതി എന്നുള്ള താക്കീത് തന്നെയാണത്. അത് മുഹമ്മദ് നബി പറയണതല്ല, അത് അള്ളാഹു മുഹമ്മദ് നബിയുടെ നാക്കിലൂടെ അബൂജഹൽ അടക്കം ജബ്ബാർ അടക്കമുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കളെ അറിയിക്കുന്നൊരു കാര്യമാണ്. അവിടെ അബൂജഹലിൻ്റെ വാദം എന്താണ്? മുഹമ്മദിൻ്റെ പിന്നിൽ ആളില്ല, മക്കയിലുള്ള ആളുകളൊക്കെ എൻ്റെ ആളുകളാണ്. ഈ അഹങ്കാരമാണ് അബൂജഹലിനെ മുന്നോട്ട് നയിക്കുന്നത്. അതിന് മറുപടി നിങ്ങൾക്ക് അള്ളാഹ് പറഞ്ഞു, വല്ലദഉ നാദിയഹു, അവൻ്റെ സഭയെ വിളിക്കട്ടെ, സനദഉ സബാനിയ, നമ്മളുടെ സബാനിയത്തിനെ വിളിക്കാം. ഇവിടെ ജബ്ബാർ മനസ്സിലാക്കിയത് അബൂജഹലിൻ്റെ ഗുണ്ടകളെപ്പോലുള്ള ഒരു ഗുണ്ടാപടയാണ് അള്ളാഹുവിൻ്റെ സബാനിയത്ത് എന്നാണ്. അള്ളാഹുവിൻ്റെ സബാനിയത്ത് പറഞ്ഞാൽ അള്ളാഹിൻ്റെ മലക്കുകളാണ്. ആ മലക്കുകൾ അവർ അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അള്ളാഹ്ക്കൊരു ഗുണ്ടാപടയുടെയും ആവശ്യമില്ല. അപ്പോൾ അള്ളാഹു മനുഷ്യനോട് പറയുന്നത് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലാണ്. നിനക്ക് ഒരു ഗുണ്ടാപട ഉണ്ടെങ്കിൽ അതിനൊക്കെ വെല്ലാൻ പോകുന്ന ശക്തിയുള്ള ഒരു പട എൻ്റെ കയ്യിലുണ്ട്, മലക്കുകളുടേതായിട്ടുള്ള, അവരെ ഞാൻ അയക്കാം. ഞാൻ നേരിട്ട് ഇടപെടാതെ തന്നെ എൻ്റെ സൈന്യത്തെ നിയോഗിച്ചുകൊണ്ട് നിന്നെ തകർക്കാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് നബിയോട് വല്ലാതെ കളിക്കണ്ടെന്നാണ് ഇവിടെ അബൂജഹലിന് അടക്കമുള്ള ജബ്ബാർ അടക്കമുള്ള ആളുകളോട് ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണതല്ല. മുഹമ്മദ് നബിക്ക് അങ്ങനെ പറയാനും കഴിയുമല്ലോ സ്വന്തമായിട്ട്. കാരണം മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനകത്ത് അനുയായികളില്ലല്ലോ. ജബ്ബാർ തന്നെ പറഞ്ഞത് 13 വർഷം കൊണ്ട് ആരും മുഹമ്മദ് നബി അംഗീകരിച്ചില്ല എന്നാണ്. എന്തൊരു ചരിത്ര ബോധമാണ് ജബ്ബാറിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അറിയോ. മക്കയിൽ ആരും തന്നെ മുഹമ്മദ് നബി അംഗീകരിക്കാണ്ടായില്ല. പിന്നെ എവിടെ നിന്നാണാവോ മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഒരു പറ്റം ആളുകൾ ഹിജ്റ പോയിരുന്നു തങ്ങളുടെ ആദർശം സംരക്ഷിക്കാൻ വേണ്ടി. അതിന് ശേഷം പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മദീനയിലേക്ക് ഹിജ്റ പോകുന്നുണ്ട്.
ആ ഹിജ്റ ചെയ്ത ആളുകളെ പറ്റി ഖുർആൻ തന്നെ മുഹാജിറൂൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരൊക്കെ ഇവിടെ നിന്നുണ്ടായത് മക്കയിൽ നിന്ന് ആരും നബിയെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ ഒരാശയവുമായിട്ട് സമൂഹം നിലകൊള്ളുന്ന സാധാരണ രീതികൾക്ക്, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കൊക്കെ എതിരിൽ, അവരുടെ അക്രമങ്ങൾക്ക് അനീതികൾക്കെതിരിൽ ഒരാശയവുമായിട്ട് ഒരു നീതിയുടെ മാർഗവുമായിട്ട് വരുന്ന ആളുകളെ ജനം അംഗീകരിക്കുകയാണുള്ളത്. അന്ന് മാത്രമല്ല ഇന്നും അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മക്കയിലെ വലിയൊരു വിഭാഗം നബിയെ അംഗീകരിച്ചിരുന്നില്ല, എന്നാൽ നല്ലൊരു വിഭാഗം നബിയെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നബിയെ അംഗീകരിച്ചൊരു വിഭാഗമുണ്ട്. അവർക്കും അബൂജഹലിനേക്കാൾ അല്ലെങ്കിൽ അയാളെപ്പോലെയോ അയാളെക്കാളോ ഒക്കെ ഈ അറബി ഭാഷയും ഖുർആനും ഒക്കെ അവർക്കും മനസ്സിലാവും. അപ്പോൾ ഒരു കൂട്ടരത് അംഗീകരിക്കുമ്പോൾ ജബ്ബാർ പറഞ്ഞനുസരിച്ചാണെങ്കിൽ എന്ത് മനസ്സിലാക്കണം? ഇത് അംഗീകരിക്കാതിരുന്നത് ഇത് ദൈവികമല്ല എന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ടാണ്. അംഗീകരിച്ചവരോ അവരൊക്കെ ജബ്ബാറിനെ പോലെ തനി മന്ദബുദ്ധികളും ഇതൊന്നും മനസ്സിലാവാത്ത ആളുകളുമായിരുന്നുവോ? അവരിൽ ഇതിനേക്കാളൊക്കെ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ടാണ് അവരിത് അംഗീകരിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് എത്യോപ്യയിൽ വെച്ച് നേഗസ് രാജാവിൻ്റെ മുമ്പിൽ വെച്ച് ജഅഫർ റളിയല്ലാഹു അൻഹു ഈ സംഗതിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നേഗസ് രാജാവ് തലലുവിളിക്ക് സമ്മതിച്ചിട്ടുള്ളത്. അപ്പോൾ ജബ്ബാറിൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകൾക്ക് യാതൊരു വിലയില്ല. അയാൾ എന്തൊക്കെയോ വിളിച്ചു പോകുന്നു എന്നതിന് മനസ്സിലാക്കേണ്ടതുള്ളൂ. അതിന് അയാൾ ഖുർആൻ പഠനം എന്ന് പേരിട്ട് വിളിക്കുകയും ചെയ്യുന്നു എന്നല്ലാതെ ഇതിൽ ജബ്ബാറിൻ്റെ ഈ പറച്ചിലിന് യാതൊരു അർത്ഥമില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജബ്ബാറിനെ കേൾക്കുന്ന ആളുകൾ തന്നെ മനസ്സിലാക്കേണ്ടത്.